Times, premium business lifestyle magazine. Feel the freshness. Feel the softness. DQ 78 TFM Grade 1 soap. ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇൻ്റർവെല്ലിന് ശേഷം ഭയങ്കരമായിട്ട് എന്താ പറയുക ടെൻഷൻ അടിച്ചിരുന്ന കണ്ടത് അതേപോലത്തെ ഒരു ത്രില്ലിംഗ് ആയിരുന്നു. പിന്നെ ഭയങ്കരമായിട്ട് സങ്കടം തോന്നി. നമ്മൾ എന്താ പറയുക ഉണ്ണിമുന്ത അതുപോലത്തെ ഒരു പെർഫോമൻസ് ആണ്. വലുതായിട്ട് സെൻറ്റിമെൻറ്റ്സ് ഡയലോഗുകളൊന്നും ഇല്ലെങ്കിൽ പോലും പുള്ളിയുടെ ആ ഒരു ഫേസ് എക്സ്പ്രഷൻസ് കൊണ്ട് പുള്ളി ഭയങ്കരമായിട്ട് കരയിച്ചു. പിന്നെ BGM കൊള്ളാം, ഡയറക്ഷൻ രഞ്ജിത് ശങ്കർ സാറ് എപ്പോഴും എന്തെങ്കിലും ഒരു മെസ്സേജ് കൊടുക്കും, നല്ലൊരു മെസ്സേജ് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. സൂപ്പർ ഹീറോ ഞാൻ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എന്താ നമ്മളെല്ലാവരും ഉള്ളിലൊരു സൂപ്പർ ഹീറോ ഉണ്ട്. നമ്മളെ ഉള്ളിൽ ആ ഒരു സംഭവം തന്നെയാണ് ശരിക്കും ഗണേഷ് എന്നൊരു കഥാപാത്രം നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചേക്കുന്നത്. സൂപ്പർ ഹീറോ മൂവീസ് എന്ന് പറയുന്നതിലാണ് പലരും അങ്ങനെ ചിന്തിക്കാറ്. പലരും വേറെ രീതിയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇറ്റ്സ് മോർ അബൌട്ട് പവർ വിത്തിൻ യു എന്നുള്ള ആസ്പെക്റ്റിലാണ് വർക്ക് ചെയ്തത്. സോ എല്ലാവരും അവരുടെ ഇൻഡിവിജ്വൽ ലൈഫിൽ ഡെയിലി സൂപ്പർ ഹീറോസ് ആണ്. സോ അത് പ്രത്യേകിച്ച് ഓൺ എ വീൽ ചെയർ ആസ്പെക്റ്റിലും കൂടെ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവുന്നുണ്ട്. അവരുടെ ഡെയിലി ലൈഫ് ചാലഞ്ചസിൽ കൂടെയാണ് ആ മൂവി വർക്ക് ചെയ്യിപ്പിച്ചിരിക്കുന്നത്. സോ എനിക്കത് ഭയങ്കര ഡിഫറെൻ്റായി തോന്നി. അതിനകത്ത് വർക്കൗട്ട് ചെയ്തിരിക്കുന്ന ഇമോഷൻസ് ആണെങ്കിലും അതിനകത്ത് ഡീറ്റെയിലിംഗ് ആണെങ്കിലും ചില ടെക്നിക്കൽ ഡീറ്റെയിൽസ് ഈവൺ ഒരു ഇൻവെസ്റ്റിഗേഷനിലുള്ള ഡീറ്റെയിലിങ്ങിലും എനിക്ക് ആ ഒരു കുറേ കാര്യങ്ങൾ ഇൻഫർമേഷൻ കിട്ടിയ പോലെ ഫീൽ ചെയ്തു. സോ ഓവറോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു മൂവി. ഹലോ, നമസ്കാരം. സിനിമ കണ്ടോ നിങ്ങൾ? കണ്ടോ? എങ്ങനെയുണ്ട്? ഞാനിതിനകത്തൊരു ക്യാരക്ടർ പ്ലേ ചെയ്ത ആൾക്കാരാണ്. ഞങ്ങൾ രണ്ടുപേരും പ്ലേ ചെയ്ത ആൾക്കാരാണ്. ഭയങ്കര ഫീൽ. നമ്മൾ ചെയ്ത സാധനങ്ങൾ നമ്മൾ സ്ക്രീനിൽ കാണുന്നൊരവസ്ഥ അതിൻ്റെ ഒരു 100% ഗംഭീര തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മൂവി തന്നെയാണ്. അപ്പോൾ എല്ലാവരും പോയി കാണുക. യെസ്, ഒരുപാട് കാലത്തിന് ശേഷം നമ്മൾ കാണുന്ന ഒരു സൂപ്പർ ത്രില്ലർ മൂവി ആയിരിക്കും. അത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാം. നഖം കടിക്കാനുള്ള ഒരുപാട് മുഹൂർത്തങ്ങൾ ഇതിൽ വെച്ചിട്ടുണ്ട്. സൂപ്പർ. ഇതിലൊരു സൈബർ സെല്ലിൽ ടീമിൻ്റെ മെയിൻ ഉദ്യോഗസ്ഥൻ്റെ ചെറിയൊരു റോള് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സ്ക്രീനിൽ കണ്ട സ്ഥിതിക്ക് നല്ലൊരു എഫക്റ്റായിട്ടുള്ള പടം. ഫസ്റ്റ് ഓഫ് സാധാരണ നമ്മുടെ ഒരു ഇതായിട്ട് തന്നെ വരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുട്ടിയുടെ കഥ വരുമ്പോൾ പടം ഒരു എക്സ്ട്രീംലി നല്ലൊരു മോഡലായിട്ട് കയറി വരുന്നുണ്ട്. എന്തായാലും കുഴപ്പമില്ല, കണ്ടിരിക്കാൻ പറ്റും. വേറെ ഒരാൾക്കാർക്ക് മുഷിപ്പില്ലാത്ത രീതിയിൽ നല്ല റേഞ്ചിലൊക്കെ പടം വന്നിട്ടുണ്ട്. വിഷ്വൽ ആൻഡ് സൗണ്ട് എഫക്ട്സ് ഒക്കെ നേരിട്ട് കണ്ട സൗണ്ട് എഫക്റ്റൊക്കെ നല്ല സൂപ്പർ സൗണ്ട് എഫക്റ്റും സറൗണ്ടിങ്ങും എല്ലാം പക്ക ക്ലാരിറ്റി സൗണ്ടൊക്കെ ഉണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ എല്ലാവർക്കും ഫാമിലി ആയിട്ട് വന്ന് കാണാൻ പറ്റിയ ഒരു പടമാണ്. മോൻ ചുളിക്കുന്ന പോലത്തെ സീനുകളൊന്നുമില്ല. പിന്നെ പ്രത്യേകിച്ച് കുട്ടികൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ടുള്ള ഒരു പടം. ശരി, ഓക്കെ. നന്നായിരുന്നു, നല്ല ഫിലിമാണ്. സൗണ്ട് എഫക്റ്റ് ഒക്കെ നേരിട്ട് ജയ് ഗണേഷ് ഇസ് എ ഗുഡ് ഫിലിം. നല്ല ഫിലിമാണ്, നല്ല എൻഗേജിങ് ആയിട്ടുള്ള സിനിമയാണ്. വെൽ സ്ക്രിപ്റ്റഡ്, വെൽ മെയ്ഡ്. ഓഫ് കോഴ്സ് രഞ്ജിത് ശങ്കർ വളരെ സീനിയർ റേസ് ഡയറക്ടറാണല്ലോ. രഞ്ജിത് ശങ്കർ ഉണ്ണി കോമ്പിനേഷൻ ആദ്യമായിട്ട് നല്ല രസമുള്ള കോമ്പിനേഷനാണ്. നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഉണ്ണി നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉണ്ണിയുടെ ആ സ്റ്റീരിയോ ടൈപ്പ് ഉണ്ണിയെക്കുറിച്ചുള്ള ഒരു ഇംപ്രഷനൊക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ടുള്ളൊരു ഭയങ്കര ബ്രില്യൻ പെർഫോമൻസ്. നന്നായിരുന്നു, നല്ല സിനിമ. ഏത് പാർട്ടാണ് ഇൻട്രസ്റ്റിംഗ് ആകുന്നത്? ഉണ്ണിയുടെ ഇമോഷണൽ എലമെൻറ്റ്സ് വാസ് റിയലി ഗുഡ്. ഉണ്ണിയുടെ ഹീറോ ഇമേജ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ഇമോഷണൽ പ്ലസ് ഹീറോയിസം കമ്പൈൻ ചെയ്യുന്ന ഒരു സാധനം ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി. കുട്ടികൾ തീർച്ചയായിട്ടും എൻ്റെ മോൾക്ക് ഇഷ്ടമായി. ഫാമിലികളും കുട്ടികളും തീർച്ചയായിട്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കും. നല്ല സിനിമയാണ്. ആക്ടിംഗ് ഒക്കെ അടിപൊളിയാണ്. ക്യാമറ വർക്കൊക്കെ നല്ലതാണ്. ഡയറക്ഷനൊക്കെ നല്ലതാണ്. എല്ലാ കോമ്പിനേഷനൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഫിലിമിന് ഓവറോൾ അതിൻ്റെ ക്ലൈമാക്സ് ഉണ്ടായിരുന്നു. ആ ഫിലിമിനെ പറ്റിയ ക്ലൈമാക്സ് തന്നെ ഫീൽ ചെയ്തു. ഡെഫിനറ്റ്ലി ഇമോഷണൽ ആണ്. പക്ഷേ ഫാമിലി ബേസ് മൂവിയാണ്. ഒരുപാട് വാല്യൂസ് ഉള്ള മൂവിയാണ്. അപ്പം എല്ലാവരും കാണണം എന്ന് തോന്നുന്ന മൂവിയാണ്. സൗണ്ട് എഫക്റ്റ് എങ്ങനെയാണ്? സൗണ്ട് എഫക്റ്റിനെ കുറിച്ച് പറയുന്നത് ഈ വനിതയിലപ്പം എല്ലാം അടിപൊളി, നല്ല എഫക്റ്റ് ഉണ്ടായിരുന്നു. ബട്ട് ഇറ്റ് വാസ് ഓവറോൾ വെരി നൈസ്.